വാഴക്കുളം CMI കർമ്മല ആശ്രമം. ഇന്നലെ കർഷക ദിനത്തിൽ വാഴക്കുളം കർമ്മല ആശ്രമത്തിലെ 2 വൈദികർ തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിനുള്ളിലെ ഓഡിറ്റോറിയത്തിൽ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിനെ സാക്ഷി നിർത്തി ഒരു പുരസ്കാരം ഏറ്റുവാങ്ങി. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്വകാര്യ സ്ഥാപനത്തിനുള്ള അവാർഡ്. 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കാർമൽ CM മൊണാസ്ട്രി, മഞ്ഞള്ളൂർ കൃഷിഭവൻ, എറണാകുളം. ഫലകവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മഞ്ഞള്ളൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷിവകുപ്പിന്റെ വിവിധ പദ്ധതികൾ വിജയകരമായി ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നു. കൃഷിയിടത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, മത്സ്യം എന്നിവ മഞ്ഞള്ളൂർ പൊതുവിപണി വഴി വിപണനം നടത്തുന്നു. സംസ്ഥാനത്ത് ഏറ്റവും മികച്ച കാർഷിക ഉദ്യമങ്ങൾ നടത്തിയ സ്വകാര്യ സ്ഥാപനത്തിനുള്ള അവാർഡ് ചരിത്രത്തിൽ ആദ്യമായി ഒരു സന്യാസ ആശ്രമം കരസ്ഥമാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഫാദർ ബിനോയി ചാത്തനാട്ടും ഫാദർ ബിനു ഇലഞ്ഞെടുത്തുമാണ്. രണ്ടുപേരും വാഴക്കുളത്തെ പ്രശസ്തമായ ഇൻഫന്റ് ജീസസ് ഹൈസ്കൂൾ അധ്യാപകർ കൂടിയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലെ സമഗ്ര കൃഷിയും തരിശുഭൂമിയിലെ കൃഷി പ്രോത്സാഹനവും പരിഗണിച്ചാണ് അവാർഡ് നിർണയിച്ചത്. ജില്ലാതല അവാർഡ് സമിതി നടത്തിയ പരിശോധനയിൽ ജില്ലയിൽ നിന്നും സംസ്ഥാന തലത്തിലേക്ക് കർമ്മല ആശ്രമം തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. തുടർന്ന് സംസ്ഥാനതല സമിതി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ മികച്ച സ്വകാര്യ സ്ഥാപന കൃഷിയിടമായി വാഴക്കുളം കർമ്മല ആശ്രമത്തെ കണ്ടെത്തിയത്. ആശ്രമത്തോടനുബന്ധിച്ചുള്ള കൃഷിഭൂമിയിൽ നെൽകൃഷി, 200-ലേറെയുള്ള വാഴ, മരച്ചീനി, ചേമ്പ്, കാച്ചിൽ, വിവിധയിനം പച്ചക്കറികൾ തുടങ്ങിയ ഭക്ഷ്യവിളകളും, തെങ്ങ്, പ്ലാവ് കൂടാതെ പഴവർഗ്ഗങ്ങളായ പൈനാപ്പിൾ, മാവ്, സപ്പോട്ട, റംബൂട്ടാൻ, പപ്പായ, മംഗോസ്റ്റിൻ, എഗ് ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയവയും ആശ്രമത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഒപ്പം എരുമ, പശു, പോത്ത്, പന്നി, കോഴി, മത്സ്യം തുടങ്ങിയവയും ആശ്രമ വളപ്പിൽ വളർത്തുന്നു. മില്ലറ്റ് വർഷത്തോടനുബന്ധിച്ച് മണിച്ചോള കൃഷിയും ആശ്രമത്തിൽ നടത്തിയിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളാൽ 3.5 പതിറ്റാണ്ടായി തരിശായി കിടന്ന സ്ഥലത്ത് അടുത്തയിടെ തുടർച്ചയായി നെൽകൃഷി ചെയ്യാൻ ആരംഭിച്ചതും അവാർഡ് നിർണയ സമിതി പരിഗണിച്ചു. ബിനോയി അച്ഛനോടൊപ്പം കൃഷിയിടങ്ങളിലേക്ക്. ബിനോയി അച്ഛൻ മനസ്സ് തുറക്കുന്നു. കൃഷിയെ പറ്റി പറയുവാണെങ്കിൽ അച്ഛാ, അത് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കൃഷിയുടെ താല്പര്യമുള്ള. അപ്പോൾ വീടിനടുത്തുള്ളിടത്തൊക്കെ നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്ന ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൃഷി രീതികളെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സഭയിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് യൂണിവേഴ്സിറ്റി കോഴ്സ് വെച്ചാണ് ഒരുപാട് കൃഷി ചെയ്യാനും, അതോടൊപ്പം തന്നെ ബാംഗ്ലൂർ ആയ സമയത്തൊക്കെ അവിടെ വെച്ച് ഞാൻ കൃഷി ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ആശ്രമ വളപ്പിലെ മീൻ കൃഷിയും പച്ചക്കറി കൃഷിയും ഒക്കെ ഫാദർ ബിനു ഇലഞ്ഞെടുത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ആണ്. അവാർഡ് വിതരണ വേദിയിൽ 2 വൈദികരെ കണ്ടപ്പോൾ കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദിനും കൗതുകം. കൃഷിമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ചിങ്ങം 1-മായി ബന്ധപ്പെട്ട് നിരവധിയായ കർഷക അവാർഡുകൾ സംസ്ഥാന ഗവൺമെന്റ് നൽകാറുണ്ട്. സ്ഥാപനങ്ങളിലെ കൃഷി എന്നതും ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരിനമാണ്. മഞ്ഞള്ളൂരിലെ CMI സഭയുടെ വൈദികർ അവരുടെ മുൻകൈയിൽ നടപ്പിലാക്കുന്ന കൃഷിക്കാണ് സ്ഥാപനങ്ങളിലെ കൃഷി എന്നുള്ള തരത്തിൽ 1ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത്. കൃഷി ഏറ്റവും പരമപ്രധാനം ആണ് എന്ന കാര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സത്യവേദ പുസ്തകം പറയുന്ന അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നിറങ്ങിക്കൊണ്ടാണ് ഈ വൈദികരുടെ നേതൃത്വത്തിൽ ഈ കൃഷി കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ അവാർഡിന് അർഹരായിരിക്കുന്നത്. അവരെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. വരുന്ന ആളുകളിലും ഈ മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ ഇവർക്കെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. മാതൃകാപരമായ ഈ പ്രവർത്തനം സമൂഹത്തിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ, നമ്മൾ സ്ഥാപനങ്ങൾ എന്ന പട്ടികയിൽപ്പെടുത്തുമ്പോൾ നിരവധിയായ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വിശാലമായ ഇടങ്ങൾ, വെറുതെ ഇട്ടിട്ടിരിക്കുന്ന ഇടങ്ങൾ പോലും ഉണ്ട്. അവിടങ്ങളിലെല്ലാം കൃഷി കാര്യങ്ങൾ ചെയ്യുന്നതിന്, അവിടങ്ങളിലെല്ലാം കൃഷി വ്യാപിപ്പിക്കുന്നതിന് ഈ അവാർഡുകൾ ഉപകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. തീർച്ചയായിട്ടും CMI സഭയുടെ ഭാഗമായുള്ള ഈ വൈദികർ നേതൃത്വം കൊടുക്കുന്ന അവരുടെ കാർഷിക പ്രവർത്തനത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു.
ഏവർക്കെല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ആശ്രമത്തിന്റെ പ്രിയോർ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ. വാഴകുളം കർമ്മല ആശ്രമം കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരിതാഭമാക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഒരു അംഗീകാരം എന്ന നിലയിൽ ലഭിച്ച അവാർഡ് ഏറെ സന്തോഷം പകരുന്നു. വകുപ്പ് മന്ത്രിയോടൊപ്പമുള്ള ഉച്ചഭക്ഷണവും അവാർഡിന്റെ ഭാഗമായിരുന്നു. കർത്താവ് സംസാരിച്ചത് കർഷകന്റെ ഭാഷയിലാണ്. കർത്താവ് പറഞ്ഞത് കർഷകന്റെ കഥകളാണ്. കർത്താവിന്റെ പ്രതിപുരുഷന്മാരായ ഈ വൈദികരും പ്രസംഗിക്കുന്നത് ഒരു കാർഷിക സുവിശേഷമാണ്. ഒടുവിൽ സംസ്ഥാന സർക്കാർ ഇവരുടെ കാർഷിക പരിശ്രമങ്ങളെ ആദരിച്ചപ്പോൾ സഭാചരിത്രത്തിൽ അതൊരു പുതിയ അധ്യായമായി. വാഴക്കുളം കർമ്മല ആശ്രമ അങ്കണത്തിൽ നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല, ശ്രദ്ധ ആകർഷിക്കുന്ന കാർഷിക പരിശ്രമങ്ങളും നടക്കുന്നുണ്ട്.